നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇറാൻ അമേരിക്ക സാങ്കേതിക ചർച്ചകൾ ദോഹയിൽ തുടരുന്നു. നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകില്ലെന്ന് ഖത്തർ. ചർച്ച വിജയമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ അമേരിക്ക വ്യവസ്ഥകൾ പാലിക്കാതെ അന്തിമ കരാറിലേക്ക് കടക്കില്ലെന്ന് ഇറാൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ. കുവൈറ്റിൽ വാഹനങ്ങളിൽ അനധികൃത മോഡിഫിക്കേഷൻ നടത്തുന്നതിനെതിരെ ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹനങ്ങളുടെ പുറംഭാഗത്ത് സ്റ്റിക്കറുകൾ, സ്ലോഗനുകൾ, എഴുത്തുകൾ എന്നിവ പതിക്കുന്നത് കർശനമായി നിരോധിച്ചു. നിയമലംഘകർക്കെതിരെ കർശന പിഴ ചുമത്തുമെന്നും വാഹനം കണ്ടുകെട്ടുമെന്നും മുന്നറിയിപ്പ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ദിവസം 401 രൂപ വരെ കൂലി ലഭിക്കും. കുറഞ്ഞ പ്രവൃത്തി ദിനം ഇന്നു മുതൽ 125 വാണിജ്യ സിലിണ്ടറിന് 180 രൂപ കുറഞ്ഞ് 2951 രൂപയായി. ഇന്ധനവില കുറച്ച് സ്വകാര്യ കമ്പനികൾ. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ചു. വ്യോമയാന ഇന്ധനവിലയിൽ 5 രൂപയുടെ കുറവ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിഴിഞ്ഞത്ത് ഓഹരി വിൽക്കാൻ കഴിയില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. അദാനി ഗ്രൂപ്പ് അനുമതി തേടിയില്ലെന്നും ദേശീയ സുരക്ഷയും പൊതുതാൽപര്യവും കണക്കിലെടുത്താകും തീരുമാനമെന്ന് വിശദീകരണം. ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയറിയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉടൻ അനുമതി തേടുമെന്ന് അദാനി ഗ്രൂപ്പ്. നിയമസഭാ സമ്മേളനത്തിന് സമാപനം. എതിർപ്പുകൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് നിയമസഭ പാസാക്കി. ചർച്ച ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കർഷകർക്കായി കൊണ്ടുവന്ന മദ്യനയ ഭേദഗതി വൻകിടക്കാർക്കായി അട്ടിമറിച്ചുവെന്ന് പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ ബക്കാഡിയുമായി ചർച്ച നടത്തിയത് എന്തിനെന്ന് വി.ഡി. സതീശൻ. FCRA ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. എതിർത്ത് BJP അംഗങ്ങൾ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച് ദേവസ്വം വകുപ്പ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മന്ത്രിയെ വീട്ടിലെത്തി കണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3ാം FIR രജിസ്റ്റർ ചെയ്യുമെന്ന വാർത്തകൾക്കിടെ. സൗഹൃദ സന്ദർശനമെന്ന് കടകംപള്ളി. ദൃശ്യങ്ങൾ ലഭിച്ചത് അമൃത വാർത്തകൾക്ക്. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കായി ഖത്തറിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ സാങ്കേതികതല ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന പ്രതിനിധികൾ തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തില്ല. എന്നാൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നയതന്ത്ര ശ്രമങ്ങൾ 2ാം ദിവസവും ദോഹയിൽ തുടരുകയാണ്. ഹോർമൂസ് തങ്ങളുടെ ഏറ്റവും വലിയ അധികാര ശക്തിയാണെന്നും അമേരിക്ക തങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കാതെ അന്തിമ കരാറിലേക്ക് കടക്കില്ലെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങും എത്താത്ത നിലയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ദോഹയിൽ തുടരുകയാണ്. ചർച്ചകൾക്കായി ഇരുപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത പ്രതിനിധികൾ കഴിഞ്ഞ 2 ദിവസമായി ദോഹയിൽ തുടരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കണമെന്നും മൈനുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ തങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രമേ നടക്കൂ എന്നും ഇറാൻ വാശി പിടിക്കുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അതേസമയം നിലവിലെ ചർച്ചകൾക്ക് പുരോഗതിയുണ്ടെന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉടനുണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള നിർണായക നീക്കങ്ങൾക്കാണ് ഖത്തർ നേതൃത്വം നൽകുന്നത്. തടഞ്ഞുവച്ചിരിക്കുന്ന ഫണ്ടുകളും സാമ്പത്തിക വിഹിതങ്ങളും വിട്ടുനൽകുന്ന കാര്യം ചർച്ചയിലെ പ്രധാന വിഷയങ്ങളിലൊന്നാണ്. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും തങ്ങൾക്കെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റേക്കാഫും ജാരഡ് കുഷ്ണറും ദോഹയിലെത്തി ഖത്തർ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാൻ പ്രതിനിധികളുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഒഴുക്കിവിട്ടിട്ടുള്ള കടൽ മൈനുകൾ ചരക്കുകപ്പലുകൾക്ക് വൻ ഭീഷണിയാണെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മുന്നറിയിപ്പ് നൽകി. എങ്കിലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി ഖത്തർ മുന്നോട്ടു പോകുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം തടസ്സപ്പെടുത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്നും മേഖലയിലെ സമാധാനത്തിന് ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴിയെന്നും ഖത്തർ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കുവൈറ്റിൽ വാഹനങ്ങളിൽ അനധികൃതമായി മോഡിഫിക്കേഷൻ നടത്തുന്നതിനെതിരെ ഗതാഗത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വാഹനങ്ങളുടെ പുറംഭാഗത്ത് സ്റ്റിക്കറുകൾ, സ്ലോഗനുകൾ, എഴുത്തുകൾ എന്നിവ പതിക്കുന്നത് കർശനമായി നിരോധിച്ചു. ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ട്രാഫിക് നിയമങ്ങളുടെ ലംഘനമാണെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും വാഹനം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സാമൂഹിക ചടങ്ങുകൾ, ആഘോഷങ്ങൾ, പ്രത്യേക ദിനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ വ്യാപകമായി പതിപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അധികൃതരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ വാഹനത്തിന്റെ പുറംഭാഗത്ത് സ്റ്റിക്കറുകളോ സ്ലോഗനുകളോ മറ്റെഴുത്തുകളോ പ്രദർശിപ്പിക്കുന്നത് അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഉൾപ്പെടുത്തിയ 2026 ധനബില്ല് പാസാക്കി നിയമസഭ. ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ചർച്ച കൂടാതെ ഒളിച്ചു കടത്തുകയാണെന്നും വൻ അഴിമതിയുടെ തുടക്കമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയെ അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെതുൾപ്പെടെ വിവാദമായ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ധനവിനിയോഗ ബില്ലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷത്തു നിന്നും KN ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ച് രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച ബജറ്റ് വിവാദ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് പാസ്സാക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ട് സാർ, അപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും സമയം കണ്ടെത്താതെ ഇവിടെ ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത, ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് സാർ. അതൊരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ എക്സൈസ് നയം, UDFന്റെ നയം, ആ നയത്തിന് വ്യത്യസ്തമായി വരുന്നു. ക്യാബിനറ്റ് ചർച്ച ചെയ്യേണ്ടതാണ്, റേറ്റ് ചർച്ച ചെയ്യേണ്ട സാർ, റേറ്റ് ചർച്ച ചെയ്യണ്ട, പക്ഷേ നയം ചർച്ച ചെയ്യണം സാർ. ഫെബ്രുവരി 24 സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് LDF സർക്കാർ ധനബിൽ അവതരിപ്പിച്ചത്. ജൂൺ 23 നടന്ന കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. 2026 ജൂൺ 24 സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത്. BSc കാര്യോപദേശക സമിതി റിപ്പോർട്ട് സഭ അംഗീകരിക്കുന്ന അവസരത്തിൽ യാതൊരു ഭേദഗതി നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടില്ല. അതേസമയം ബിൽ ചർച്ച കൂടാതെ ഒളിച്ചു കടത്താനാണ് ശ്രമമെന്നും വലിയ മദ്യകമ്പനികൾക്ക് മദ്യമൊഴുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നും കർഷക താൽപര്യം അട്ടിമറിച്ചതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യമൊഴുക്കാനുള്ള അവസരമൊരുക്കുന്നു. ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സ്പീക്കർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 2026 ധനബിൽ പാസാക്കി. പിന്തുണയ്ക്കേണ്ടതാണ്. ഇനി 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു. അതേസമയം BJP അംഗങ്ങളായ BB ഗോപകുമാറും V മുരളീധരനും ബില്ലിനെ എതിർത്തു. മദ്യനയത്തിലെ സാമ്പത്തിക ഇടപാടിൽ ആർക്കാണ് കൂടുതൽ ലഭിച്ചത് എന്ന സമയത്ത് തർക്കമാണ്. LDF ഇറങ്ങിപ്പോയി. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഭരണകക്ഷി വ്യക്തമാക്കേണ്ടത്, ഈ ഇടപാടിൽ എത്രയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടായത്. ഇപ്പുറത്ത് LDFന് വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനബില്ല് പാസാക്കിയത് നിയമസഭാ ചരിത്രത്തിലെ കറുത്ത ഏടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. വി.ഡി. സതീശന്റെ മാംഗ്ലൂർ യാത്രയിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത്. ബില്ല് പാസാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും MV ജയരാജൻ കണ്ണൂരിൽ പ്രതികരിച്ചു. VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ധനബില്ലിൽ മദ്യം കുറക്കുന്ന നടപടി സ്വീകരിക്കരുത് എന്നും അത്തരമൊരു പ്രപ്പോസൽ നികുതി നിർദ്ദേശത്തിൽ വന്നു കഴിഞ്ഞാൽ ബക്കാടി കമ്പനിക്ക് കോടതിയിൽ പോയാൽ മദ്യം ഇവിടെ ഒഴുക്കാൻ കഴിയുമെന്നുമുള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് പോലും UDF വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിലൂടെ ഒറ്റ കമ്പനിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നുവെന്നും വികസന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാറിൽ മാറ്റം വരുത്തിയാലും ഓഹരി കൈമാറിയാലും സംസ്ഥാന സർക്കാർ അറിയണമായിരുന്നുവെന്നും പിണറായി വിജയൻ സബ്മിഷനായി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞത്തെ മുന്നോട്ടു പോകൂവെന്നും ദേശീയ സുരക്ഷ, പൊതുതാൽപര്യം, നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, മത്സര സാധ്യത ഉറപ്പുവരുത്തൽ, വിഴിഞ്ഞത്തിന്റെ ദീർഘദൂര വികസനം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി നൽകി. കൺസെഷൻ അഗ്രിമെന്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ
ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. വിഴിഞ്ഞം പോർട്ടിന്റെ അദാനിയുടെ പക്കലുള്ള 49% ഷെയറുകൾ MSCക്ക് കൈമാറാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല. ഓഹരി രാജ്യത്തിനു വെളിയിലുള്ള ഏതെങ്കിലും കമ്പനിക്ക് കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ എന്നും വാസവൻ പറഞ്ഞു. ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും പൊതുമേഖലയ്ക്കോ സ്വകാര്യ മേഖലയ്ക്കോ മറ്റാർക്കെങ്കിലും നിക്ഷേപത്തിനോ ഓഹരിയോ കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ആ ക്ലോസിൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കി കേരള നിയമസഭ. 111 പേർ പ്രമേയത്തെ അനുകൂലിക്കുകയും 2 പേർ എതിർക്കുകയും ചെയ്തു. BJP MLA-മാരാണ് പ്രമേയത്തെ എതിർത്തത്. നിയമസഭയെ വോട്ട് ബാങ്കിനായി ദുരുപയോഗം ചെയ്തുവെന്ന് V. മുരളീധരൻ MLA വിമർശിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് കേന്ദ്രത്തിനെതിരായ പ്രമേയം അവതരിപ്പിച്ചത്. FCRA നിയമ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നീ വകുപ്പുകളുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കാൻ നിയമ ഭേദഗതി വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് പിന്നാക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടഭേദഗതി അടിയന്തിരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇത് പിന്നോക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി നിർദ്ദേശവും ചട്ടഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. BJP MLA V. മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതികൾ പ്രമേയത്തിന്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നിരാകരിച്ചു. തുടർന്ന് പ്രമേയം വോട്ടിനിടുകയായിരുന്നു. കണ്ടന്റിന് യോജിക്കാത്ത ഭേദഗതികളാണ്. അത് പൂർണ്ണമായും നിരാകരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്നുള്ള പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ വോട്ട് ചെയ്താൽ മതി. യെസ്, പ്രതികൂലിക്കുന്നവർ നിഷ്പക്ഷം. അതുകൊണ്ട് നമുക്ക് പ്ലസ് ആയിട്ട് ചേർക്കാം. ഇത് വരാത്തതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കാം. അനുകൂലിക്കുന്ന ആളുകൾ 111 ഒന്നുകൂടെ ചേർത്ത്. ഇത് ഭേദഗതിയെ പ്രതികൂലിക്കുന്നവർ 2. പ്രമേയം പാസ്സായിരിക്കുന്നു. LDF-ഉം UDF-ഉം ഒന്നാണെന്ന് വ്യക്തമാക്കുന്ന അവസാന ഉദാഹരണമാണിതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണെന്നും V. മുരളീധരൻ MLA. ഇന്ത്യ സഖ്യക്കാർ ആവർത്തിച്ച് ഒരുമിച്ച് വരുന്നത് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ചാണെന്ന് വ്യക്തമാകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വോട്ടെടുപ്പിൽ 111 പേർ ഒരുമിച്ചും 2 പേർ എതിരും എന്നുള്ള യാഥാർത്ഥ്യം അത് രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ ഈ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിയമം കൊണ്ടുവന്നതും മതപരമായ കൂട്ടിച്ചേർക്കൽ നടത്തിയതും കോൺഗ്രസ് ആണെന്നും മുരളീധരൻ വിമർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. GR അനിൽ MLA ആണ് പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പുതുക്കിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചതെന്നും പ്ലാൻ ഫണ്ടിലെ 3ാം ഗഡു ഡിസംബറിൽ LDF സർക്കാർ നൽകേണ്ടതായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും പണം അനുവദിക്കാത്തത് തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് GR അനിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാര്യങ്ങൾ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാചാലനായി പറയുമ്പോൾ ഭരണപക്ഷത്ത് 102ന്റെ ബലത്തിൽ നല്ല കയ്യടി കിട്ടും. പക്ഷേ നമ്മുടെ പഞ്ചായത്തുകളിലെ മെമ്പർമാരുടെ സ്ഥിതി എന്താ? അവരെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് അവര്.
എന്നാൽ ഡിസംബർ മാസം നൽകേണ്ടിയിരുന്ന പദ്ധതി വിഹിതത്തിന്റെ 3ാം ഗഡു LDF സർക്കാർ നൽകാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മാർച്ചിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? 3ാം ഗഡു കൊടുത്തില്ല. എത്രയാ 3ാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. എന്നാൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും LDF സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3ാം ഗഡു നൽകാതിരുന്ന കാരണം വ്യക്തമാണെന്നും 3ാം ഗഡു തടസ്സപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 6000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തുടരുന്ന പ്രതിസന്ധിയിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൌട്ട് നടത്തുകയാണ്. എല്ലാ അധികാരവും ഒരാളിലേക്ക് എത്തിയതാണ് പ്രശ്നം. 30,000 കോടി കഴിഞ്ഞ വർഷത്തേക്കാൾ ബജറ്റിൽ വർദ്ധിച്ചപ്പോൾ 3,000 കോടി തദ്ദേശ പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറച്ചതായും VD സതീശൻ പ്രതിപക്ഷ നേതാവായി ആക്ട് ചെയ്യുന്നത് നിർത്തി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ ഇനി കൂടുതൽ ചെലവേറിയതാകും. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും മറ്റ് ഔദ്യോഗിക പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിലുമെല്ലാം പുതിയ ഫീസ് നിരക്കുകൾ ജൂലൈ 1 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ചട്ടപ്രകാരമാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ മിഷനുകളിൽ പാസ്പോർട്ട് ഫീസ് പരമാവധി 75% വരെ ഉയർത്തിയിട്ടുണ്ട്. UAE-യിൽ വിവിധ സേവനങ്ങൾക്ക് ഏകദേശം 70% വരെയാണ് വർദ്ധിപ്പിച്ചത്. UAE-യിലെ ഏകദേശം 45 ലക്ഷം ഇന്ത്യൻ പ്രവാസികളെയാണ് പുതിയ ഫീസ് വർധന നേരിട്ട് ബാധിക്കുക. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും പാസ്പോർട്ട് പുതുക്കുന്നതിനും നഷ്ടപ്പെട്ടതോ കേടായതോ ആയ പാസ്പോർട്ടിന് പകരം പുതിയത് ലഭിക്കുന്നതിനും ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും. ദുബായിലെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതികളുമായി ദുബായ് ഭരണകൂടം. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. എമിറേറ്റ്സ് ടവേഴ്സിൽ നടന്ന യോഗത്തിൽ ദുബായ് എഡ്യൂക്കേഷൻ 2033 പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പുതിയ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെയും അവയുടെ പുരോഗതിയുടെയും അവലോകനം നടത്തി. വിദ്യാഭ്യാസത്തിലേക്കുള്ള നിക്ഷേപം മനുഷ്യവിഭവ വികസനത്തിനുള്ള ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ജനങ്ങളിൽ നിക്ഷേപം നടത്തുക എന്നത് UAE നേതൃത്വത്തിന്റെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന റോഡുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വിപുലമായ പരിശോധനയും ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ട്രെയിലർ സുരക്ഷ എന്ന പേരിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നടന്ന ക്യാമ്പയിനിലൂടെ ട്രെയിലറുകളുടെ ലൈസൻസ്, രജിസ്ട്രേഷൻ, സാങ്കേതിക മാനദണ്ഡങ്ങൾ എന്നിവ പരിശോധിക്കുകയും സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പാക്കുകയും ചെയ്തു. എമിറേറ്റ്സിലെ പ്രധാന റോഡുകളിലൂടെ സഞ്ചരിച്ച 1500-ലേറെ ഹെവി വാഹന ഡ്രൈവർമാരിലേക്ക് ക്യാമ്പയിൻ എത്തിച്ചെന്ന് RTA ലൈസൻസിംഗ് ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് ഡയറക്ടർ സയ്യിദ് അൽ റംസി അറിയിച്ചു. കുവൈറ്റിൽ വീടുകളിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറ സംവിധാനത്തിന്റെ പാസ്വേഡുകൾ കൃത്യമായ ഇടവേളകളിൽ പതിവായി മാറ്റണമെന്ന് കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി. ഇവയുടെ സോഫ്റ്റ്വെയറുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറകളുടെ സുരക്ഷാ സംവിധാനങ്ങളിലെ പിഴവുകൾ ദുരുപയോഗപ്പെടുത്തി സൈബർ കുറ്റവാളികൾ നടത്തുന്ന ഹാക്കിംഗ് ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഹാക്ക് ചെയ്യപ്പെടുന്ന ക്യാമറകളിലെ ദൃശ്യങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളതായും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സിവിൽ ഏവിയേഷൻ രംഗം നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ അറബ് രാജ്യങ്ങളിലെ വ്യോമയാന അധികൃതർ പരസ്പര സഹകരണവും പങ്കാളിത്തവും ശക്തമാക്കേണ്ടതുണ്ടെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി ചെയർമാൻ ഷെയ്ഖ് ഹമൂദ് അൽ മുബാറക് അൽ സബ. ഈ സുപ്രധാന മേഖലയിൽ പ്രവർത്തിക്കുന്ന അറബ് മനുഷ്യ വിഭവശേഷി വികസിപ്പിക്കുന്നതിനും പരിശീലന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കുവൈറ്റിന്റെ അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും പങ്കുവയ്ക്കാൻ രാജ്യം സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. മൊറോക്കോയിലെ റബാത്തിൽ വെച്ച് നടന്ന അറബ് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു.
ലോകത്തിലെ ഏറ്റവും വലിയ 20 സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20 രാഷ്ട്രങ്ങളിൽ 2025 ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി സൗദി അറേബ്യ 1ാം സ്ഥാനത്തെത്തിയതായി റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ആസ്പദമാക്കി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര റിപ്പോർട്ടിലാണ് ഈ നേട്ടം വ്യക്തമാക്കുന്നത്. UN ഡാറ്റാബേസിൽ വിവിധ രാജ്യങ്ങൾ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും 2023 സുരക്ഷാ സൂചികയുമായി താരതമ്യം ചെയ്തുമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സൗദിയിൽ മൊത്തം ജനസംഖ്യയുടെ 97.7% ആളുകളും രാത്രി സമയങ്ങളിൽ ഭയമില്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പൂർണ്ണ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. രാജ്യത്തെ മുതിർന്ന സ്ത്രീകളിൽ 94.9% പേരും രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ പൂർണ്ണ സംതൃപ്തരാണ്. സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ പാസ്പോർട്ട് പുതുക്കുന്നതിനും അനുബന്ധ സേവനങ്ങൾക്കുമുള്ള പുതുക്കിയ ഫീസ് നിരക്കുകൾ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ ഗസറ്റ് വിജ്ഞാപന പ്രകാരം പ്രാബല്യത്തിൽ വന്ന പാസ്പോർട്ട് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വിദേശ രാജ്യങ്ങളിലെയും നിരക്കുകൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ സാമ്പത്തിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച ഈ ഫീസ് ഘടന കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ അനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ളവർക്കും 15നും 18നും ഇടയിൽ പ്രായപൂർത്തിയാകാത്തവർക്കും 10 വർഷത്തെ കാലാവധിയുള്ള 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 460 റിയാൽ ഫീസ് നൽകണം. ഇതേ പാസ്പോർട്ട് തൽക്കാൽ സേവനം വഴി ലഭിക്കാൻ 919 റിയാൽ നൽകേണ്ടതുണ്ട്. ഇതേ കാറ്റഗറിയിൽ 10 വർഷ കാലാവധിയുള്ള 60 പേജുകളുള്ള പാസ്പോർട്ടിന് 644 റിയാലും തൽക്കാലിന് 1103 റിയാലുമാണ് ഫീസ്. റിയാദിൽ വിദ്യാഭ്യാസ കായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ആദരം 2026 അനുമോദന സംഗമവും ലഹരി വിരുദ്ധ പ്രതിജ്ഞാ സദസ്സും ശ്രദ്ധേയമായി. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രോഗ്രാം ജനറൽ കൺവീനർ രഘുനാഥ് പറശ്ശിനിക്കടവ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. SSLC +2 ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അണ്ടർ 15 ഫുട്ബോൾ വിഭാഗത്തിൽ നിന്ന് പ്രശസ്തമായ അൽ ഹിലാൽ ക്ലബിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കീർത്തജ വിനോദിനെ ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. തൊഴിലാളികൾക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ നടപടി. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ 360 രൂപ മുതൽ 409 രൂപ വരെ വർദ്ധിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റത്തോടെ VBG റാംജി പദ്ധതി ഇന്ന് പ്രാബല്യത്തിൽ വന്നതിന്റെ ഭാഗമായാണ് വേതനം കൂട്ടിയത്. ഇത് ചരിത്ര ദിനമാണെന്നും പദ്ധതിക്കായി ഈ വർഷം 95,600 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച VBG റാംജി പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതിന്റെ ഭാഗമായാണ് കൂലി വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. 298 രൂപ 8 പൈസയായിരുന്ന ദേശീയ ശരാശരി വേതനം VBG റാംജി പ്രകാരം പ്രതിദിനം 327 രൂപ 4 പൈസയായി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ 360 മുതൽ 409 രൂപ വരെ വർദ്ധിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും വേതനത്തിന്റെ ശരാശരി 10% വർധനവ് നൽകിയിട്ടുണ്ട്. പിന്നാക്ക സംസ്ഥാനങ്ങളിൽ 25% വരെയും കൂലി വർദ്ധിപ്പിക്കും. വികസിത ഇന്ത്യയും വികസിത ഗ്രാമങ്ങളും യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പദ്ധതിക്കായി ഈ വർഷം 95,600 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസിത് ഭാരത് കെ ലിയേ വികസിത് ഗാവോं का हम पूरी तरह से निर्माण कर सकेंगे. പുതിയ പദ്ധതിയിലൂടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. തൊഴിലിന് ശേഷം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% വിഹിതവും കേന്ദ്രം വഹിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാണിജ്യ സിലിണ്ടറിന് വില കുറഞ്ഞു. 180 രൂപ കുറഞ്ഞ് 2,951 രൂപയായി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സ്വകാര്യ കമ്പനികൾ ഇന്ധന വിലയും കുറച്ചിട്ടുണ്ട്. പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. വ്യോമയാന ഇന്ധന വില 5 രൂപയും കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വലിയ തോതിൽ ഇടിഞ്ഞതാണ് വിലക്കുറവിന് കാരണം. രാജ്യത്ത് ഇന്ധന പാചകവാതക വിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാണിജ്യ സിലിണ്ടറുകളുടെയും പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെയും വിലയാണ് കുറഞ്ഞത്. പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് താൽക്കാലികമായി അയവുണ്ടായതോടെയാണ് വില കുറയാൻ ഇടയാക്കിയത്.
രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ 180 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 3113 നിന്നും 2930 രൂപയായി. ഹോട്ടലുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വില കുറവ് ആശ്വാസകരമാകും. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കാൻ പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാര എനർജി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസൽ വില ലിറ്ററിന് 3 രൂപയും കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു എണ്ണ വിതരണ കമ്പനി ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകുന്നത്. ഇതും ശ്രദ്ധേയമാണ്. കൂടാതെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്ന വ്യോമയാന ഇന്ധനത്തിന്റെ വിലയിലും ലിറ്ററിന് 5 രൂപയുടെ കുറവ് വരുത്തിയതോടെ പുതിയ നിരക്ക് ലിറ്ററിന് 110 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. പൊതുവിപണിയിലും വ്യോമയാന മേഖലയിലും വലിയ ആശ്വാസം പകരുന്നതാണ് നിലവിലെ ഈ വിലക്കുറവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയനായ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയാണ് കണ്ടത്. സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണം നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയായിരുന്നു സന്ദർശനം. ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് കേസിൽ ആരോപണ വിധേയനായ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടത്. തന്റെ സുഹൃത്തിനെ കാണാൻ എത്തിയതാണ് എന്നായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേസിന്റെ കുറ്റപത്രം സമർപ്പണത്തിലേക്ക് എത്തി നിൽക്കെയാണ് കൂടുതൽ പ്രതികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ PS പ്രശാന്തിന്റെ പങ്ക് കൂടി വ്യക്തമാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതേസമയം കേസിലെ 2ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതിരുന്ന SIT കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് PS പ്രശാന്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ പ്രശാന്തിനെ മാത്രം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തയ്യാറായിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം വ്യക്തമല്ലെങ്കിലും കേസിൽ ആരോപണ വിധേയനായ മുൻ മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിച്ചു. സംഘടനയ്ക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ ദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിലായിരുന്നു വിലക്ക്. ഈ നടപടിക്കെതിരെ ശ്രീശാന്ത് തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയെങ്കിലും കോടതി ഹർജി തള്ളിയിരുന്നു. തുടർന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ശ്രീശാന്ത് ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിച്ചു. ഇന്ന് ചേർന്ന KCA സ്പെഷ്യൽ ജനറൽ ബോഡി യോഗത്തിൽ വിലക്ക് പിൻവലിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഭാവിയിൽ ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് ശ്രീശാന്തിന് യോഗം മുന്നറിയിപ്പ് നൽകി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.